കാവ്യ ദിലീപും തമ്മിൽ വിവാഹം കഴിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ദിലീപിന് നല്ല സമയമായിരുന്നില്ല എന്നും അതിൻ്റെ പിന്നാലെ നടന്ന പ്രശ്നങ്ങളാണിതെല്ലാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ച സമയത്ത്, അതായത് രണ്ടാമത് വിവാഹം കഴിച്ച സമയത്ത് ദിവസത്തിൻ്റെ പ്രത്യേകതയും രാഹുകാലവും മാത്രമാണ് നോക്കിയത്. മറ്റ് ജാതക പ്രശ്നങ്ങളൊന്നും തന്നെ നോക്കിയിരുന്നില്ല. എന്നാൽ ദിലീപിൻ്റെ ഏറ്റവും മോശം സമയത്താണ് ദിലീപ് വിവാഹം കഴിച്ചത്. അല്ലാതെ കാവ്യ അല്ല ഐശ്വര്യക്കേട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം പറഞ്ഞിരുന്നത്. ഈ ഒരു സമയം വിവാഹം കഴിക്കാൻ നല്ലതല്ല എന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നുവെങ്കിലും എന്നാൽ ഇപ്പോൾ മാത്രമേ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമെന്നും ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം ആരംഭിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് ഇത്തരത്തിൽ തന്നെ പ്രവർത്തിച്ചത്. അതുപോലെ മീനാക്ഷിയുടെ പഠിത്തവും ഭാവിയുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് കഴിക്കാൻ സാധിക്കില്ലെന്നും തിരക്കുള്ള സമയമാകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ദിലീപ് അത്തരത്തിൽ അപ്പോൾ തീരുമാനമെടുത്തത്. അന്ന് ജ്യോത്സ്യമോ ദൈവത്തിൻ്റെ വിശ്വാസമോ ഒന്നും തന്നെ നോക്കിയിരുന്നില്ല. ഇത്രയും അധികം പ്രശ്നങ്ങൾക്കിടയിൽ അത് ചെയ്യാൻ മാത്രമേ ദിലീപിനത് ഉണ്ടായിരുന്നുള്ളൂ. കാവ്യയെ വിവാഹം കഴിക്കരുതെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ജ്യോത്സ്യൻ കൃത്യമായി നേരത്തെ തന്നെ പറയുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. കലിയുഗ ജ്യോത്സ്യൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദിലീപിനൊന്നും സംഭവിക്കില്ല എന്നത് 3 വർഷത്തിന് മുൻപ് തന്നെ താൻ പറഞ്ഞിരുന്നു. കലിയുഗ ജ്യോത്സ്യയുടെ പ്രവചനം എന്ന ചാനലുകൾ വാർത്ത കൊടുത്തിരുന്നു. ദിലീപിന് 3 കല്യാണത്തിന് യോഗമെന്ന് പറഞ്ഞിരുന്നു. അത് 3ഉം കഴിഞ്ഞു. ആദ്യത്തേത് സൈലൻ്റ് ആയിരുന്നു. അതിനുശേഷം മഞ്ജു വാര്യരും പിന്നെ കാവ്യയും.